എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അല്ല എൻ്റെ വ്യൂവേഴ്സിന് അടുത്ത മാസം, അതായത് ഇപ്പൊ നാളെ 1-ാം തീയതി അല്ലേ, നിങ്ങൾക്ക് ജൂൺ മാസം എങ്ങനെയായിരിക്കും എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഒരു പേഴ്സണൽ റീഡിംഗ് അല്ല, ജനറൽ റീഡിംഗ് ആണ്. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ റെസ്പോൺസ് ഇല്ല, നിങ്ങളുടേതായിട്ടുള്ള മെസ്സേജുകൾ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത് ഒക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുത്ത് തരുന്നതാണ്. ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ പേഴ്സണൽ റീഡിങ്ങിന്. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള എന്തെങ്കിലും പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ ജോലി സംബന്ധമായിട്ട്, വിവാഹ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് നോക്കി തരുന്നതാണ്, അതിന് പരിഹാരങ്ങളും ചെയ്തു തരുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യൂണിവേഴ്സ് ആൻഡ് വ്യൂവേഴ്സിന് ജൂൺ മാസം എങ്ങനെയായിരിക്കും? 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 എൻ്റെ വ്യൂവേഴ്സിന് ജൂൺ മാസം എങ്ങനെയായിരിക്കും? യൂണിവേഴ്സ് ആൻഡ് വ്യൂവേഴ്സിന് ജൂൺ മാസത്തില് എങ്ങനെയായിരിക്കും? ഓക്കെ, വ്യൂവേഴ്സിന് ജൂൺ മാസത്തിൽ എങ്ങനെയായിരിക്കും? വ്യൂവേഴ്സിന് ജൂൺ മാസം 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 എങ്ങനെയായിരിക്കും? ജൂൺ മാസം എങ്ങനെയായിരിക്കും? യൂണിവേഴ്സ് ആൻഡ് വ്യൂവേഴ്സിന് ജൂൺ മാസം എങ്ങനെയായിരിക്കും? യൂണിവേഴ്സ് ആൻഡ് വ്യൂവേഴ്സിന് ജൂൺ മാസം എങ്ങനെയായിരിക്കും? 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 അപ്പൊ കാർഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് പേർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കാം. കുറച്ച് പേർക്കൊക്കെ നല്ല കാർഡുകൾ വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് പേര് കാണുന്നതുകൊണ്ട് ഇപ്പൊ എല്ലാവരുടെ എനർജി നിങ്ങളുടേതായിട്ടുള്ള, നിങ്ങളുടെ പേര് നക്ഷത്രമൊക്കെ നോക്കിയിട്ട് എടുക്കുമ്പോഴാണ് നിങ്ങളുടേതായിട്ടുള്ള പോസിറ്റീവ്, നിങ്ങളുടേതായിട്ടുള്ള എനർജികൾ വരാം. ഇത് എല്ലാവരും കാണുന്നുണ്ട്, പലരുടെയും എനർജി ഉണ്ടാവും ഇതില്. അപ്പൊ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാൻ പോവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നല്ല സംതൃപ്തി ഉണ്ടാവാൻ പോകുന്നു എന്നാണ് പറയണത്. സന്തോഷവും സമാധാനവും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകണം. എല്ലാ നന്മയും നിങ്ങൾക്ക് വരാൻ പോകുന്ന പറഞ്ഞത്. സമ്പത്തൊക്കെ ഉണ്ടാവും ഇനി നിങ്ങൾക്ക് കേട്ടോ. നിങ്ങള് ഇപ്പൊ ഒരു ഇതിലാണെങ്കിൽ, എന്താണ്, ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയില് വളരെ അഡിക്റ്റഡ് ആണെന്നാണ് പറഞ്ഞത്. എപ്പോഴും നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഡീപ്പ് ലവ് ആണ്, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ 3 ഓഫ് വാണ്ട് ഉണ്ട്. 3 ഓഫ് വാണ്ട് എന്ന് പറഞ്ഞാൽ പുതിയ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തുടങ്ങാം, പുതിയ എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങളൊക്കെ നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങാൻ പോകണമെന്നാണ് പറയുന്നത്. അതിനുള്ള ചിന്തകള്
ഇപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പിലാണ്, നിങ്ങൾ നോ കോണ്ടാക്ട് ഒക്കെ ആണെങ്കിൽ തന്നെ നിങ്ങള് ഇനി ഒരുമിക്കും എന്നാണ് പറഞ്ഞത്. റീയൂണിയൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ബിസിനസ്സിലായാലും ഇനി വിജയമാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇനി നല്ല സക്സസ് വരാൻ പോവാണ്. വിദേശത്തൊക്കെ പോവാനായിട്ട് ആഗ്രഹിച്ചത്, അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വിദേശത്ത് പോവാനായിട്ട് ഒരു സാധ്യത പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തിനൊക്കെയാണ് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, നിങ്ങളുടെ ആ ഹാർഡ് വർക്കിനൊക്കെ നിങ്ങൾക്ക് ഇനി ഫലം കിട്ടാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോ റിലേഷൻഷിപ്പിലാണെങ്കിൽ അതിലൊരു തേർഡ് പാർട്ടി ഉണ്ട്, അതുകൊണ്ടൊരു സങ്കടം. തേർഡ് പാർട്ടി ഇപ്പോ ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഫാമിലി ആവാം, അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സ് ആവാം. ചില ഫ്രണ്ട്സുകളൊക്കെ അവരെ പറഞ്ഞ് ശരിപ്പിക്കും. ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ സാമ്പത്തികമാവാം, പലതും ആവാട്ടോ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോ. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസിലാണ് ഇരിക്കണേ എന്നാണ് പറയുന്നത്. കുറച്ച് പിണങ്ങി മാറി ഇങ്ങനെ ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. നോ കോണ്ടാക്ട് ആണ്, നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ നോ കോണ്ടാക്ട് ആയിട്ടാണ് ഇരിക്കണേ എന്ന് പറയണത്. അതെന്തെങ്കിലും നിങ്ങളിലേക്ക് തന്നെ വരുന്നുണ്ടെന്നാണ് പറയണത് കേട്ടോ. ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരണേ. നിങ്ങൾക്ക് ഒരു മാരേജിനൊക്കെ സമയമായി. ഇപ്പൊ ചിലപ്പോ ആ വ്യക്തി നിങ്ങൾ വന്ന് പ്രപ്പോസ് ചെയ്യേ നിങ്ങൾക്ക് ഒരു മാരേജിനൊക്കെ സമയമായി എന്നാണ് പറയണത്. നിങ്ങളെന്താ വളരെ ഡീപ്പ് റിലേഷൻഷിപ്പ് ആണെന്നാണ് പറയുന്നത്. നിങ്ങളെ നല്ല റൊമാൻസും നല്ല ഡീപ്പ് റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് ഇനി എല്ലാ ഓഫറുകളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരുന്നൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല കഴിവുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ബുദ്ധിമാനായ ആൾക്കാരാണ് നിങ്ങൾ. ഉയർന്ന ചിന്താഗതിയൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങളെ കുടുംബത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. കുടുംബത്തിലൊരു കാരണവരെ പോലെ എല്ലാ കാര്യങ്ങളും നിങ്ങളാണ് നോക്കി നടത്തുക. ടോപ്പായിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തിനു വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് നിങ്ങൾ. എല്ലാവരെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. നല്ല അടുക്കും ചിട്ടുള്ള ആൾക്കാരാണ്. സ്വന്തം തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത്. സ്വന്തം തീരുമാനത്തിനനുസരിച്ച് മറ്റുള്ളവരെ പോലും കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. അത്രയും നിങ്ങൾക്ക് കഴിവുള്ള വ്യക്തികളാണെന്നാണ് പറയുന്നത്. ഏതൊരു കാര്യവും നിങ്ങൾ ചെയ്യുമ്പോഴും അതൊക്കെ നന്നായിട്ട് ചിന്തിച്ചിട്ടൊക്കെ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ആചാരങ്ങളൊക്കെ പിന്തുടരുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തികളാണ് നിങ്ങൾ കേട്ടോ. പിന്നെ നമുക്ക് പിന്നെ നിങ്ങൾക്ക് എന്താ ഫോർ ഓഫ് വാർഡ് വന്നിട്ടുണ്ട്. അതും നല്ലൊരു കാറ്റാണ്. നിങ്ങൾക്ക് സമാധാനം സംതൃപ്തിയൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ അടുത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത ജോലിക്കൊക്കെ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ കിട്ടാൻ പോകണു. നിങ്ങൾ എന്തിനൊക്കെയാണ് പരിശ്രമിച്ചുകൊണ്ടിരുന്നത്, നിങ്ങളുടെ പരിശ്രമത്തിനൊക്കെ നിങ്ങൾക്ക് ഫലം ആസ്വദിക്കാൻ പോവാണെന്നാണ് പറയാം. ഇപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ, ഇപ്പൊ വിവാഹത്തിന് വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോ നോ കോണ്ടാക്ട് ആണെങ്കിൽ പോലും അവര് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണു എന്നാണ് പറയണത്. ഇപ്പൊ ലൈഫില് ഇനിയൊരു സെലിബ്രേഷൻ ഒക്കെ നടക്കാൻ പോവാണ് നിങ്ങൾക്ക് കേട്ടോ. അപ്പൊ അവര് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വന്ന് നിങ്ങൾക്ക് നല്ല സെലിബ്രേഷൻ നടക്കാൻ പോകണമെന്നാണ് പറയണത്. പിന്നെ ഏസ് ഓഫ് പെന്റക്കൽസ് ഉണ്ട്. അതും ഒരു പുതിയൊരു തുടക്കമാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത്. ആ വ്യക്തി, നിങ്ങളുടെ വ്യക്തി ഇപ്പൊ നോ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ പോലും നിങ്ങളിലേക്ക് തന്നെ വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇനി ലൈഫിൽ നിങ്ങൾക്ക് എല്ലാം സക്സസ് ആണ് ഉണ്ടാവാൻ പോണത്. പുതിയൊരു തുടക്കമാണ് ഇനി ഉണ്ടാവാൻ പോണത്. പല വിധത്തിലുള്ള സോഴ്സിലൂടെ ഒക്കെ നിങ്ങൾക്ക് പണം വരും. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ജോലിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടേ ഏതെങ്കിലും വഴിക്കൊക്കെ നിങ്ങൾക്ക് പൈസ വരും എന്നാ പറയണത്. എന്തൊക്കെയോ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി വീട് വെക്കാനോ വീട്, കാറ്, അങ്ങനെ ലൈഫിലേക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കാനോ വീട് വെക്കാനോ അങ്ങനെ എല്ലാത്തിനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണെന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ അഭിവൃദ്ധിയും സമ്പത്തും എല്ലാം ഉണ്ടാവാൻ പോകണമെന്നാണ് പറയുന്നത്. പുതിയ പുതിയ അവസരങ്ങളും സമൃദ്ധിയും സ്ഥിരതയും സുരക്ഷിതത്വവും എല്ലാം നിങ്ങൾക്ക് വരാൻ പോകണം. നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ഇനി യാഥാർത്ഥ്യമാവാൻ പോകണമെന്നാണ് പറയുന്നത്. എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ഇനി വിജയമാണ് ഇനി പറയുന്നത്.
പറയണത് കേട്ടോ. നിങ്ങളെ എന്തിനു വേണ്ടിയൊക്കെയാണോ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം നിങ്ങൾക്ക് വിജയമാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ശരിയും തെറ്റൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തികളാണ് നിങ്ങൾ. നല്ലൊരു ഹൃദയത്തിന് ഉടമയാണെന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് കാണുമ്പോൾ ഒരു അധികാരഭാവമൊക്കെ ഉണ്ടെന്ന് തോന്നും നിങ്ങൾക്ക്. പക്ഷെ നിങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. നല്ല വ്യക്തികളാണ്. നല്ല ഡിവൈൻ പവർ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ കേട്ടോ. നല്ല മനസ്സുള്ള ആൾക്കാരാണ്. നല്ല ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങൾ വളരെയധികം ഹൃദയാലുവാണെന്നാണ് പറഞ്ഞത്. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇമോഷൻ ആവും. ഒരു തീരുമാനം എടുക്കാൻ കൺഫ്യൂഷൻ ആയിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടൊന്നും തീരുമാനം എടുക്കണം. നിങ്ങളുടെ മനസ്സ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം പറയുന്നത് അനുസരിച്ച് നിങ്ങൾ പോവാ. അപ്പൊ നിങ്ങൾക്കെല്ലാം നിങ്ങളൊരു എല്ലാ ഗുണങ്ങളും നിങ്ങളിലേക്ക് വരും. നിങ്ങളൊരു ടെക്നീഷ്യനോ അല്ലെങ്കിൽ മിലിറ്ററിയോ പോലീസോ അല്ലെങ്കിൽ പ്രീസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആവാനായിട്ട് ഒരു സാധ്യതയുണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരൊക്കെ ഹീൽ ചെയ്യാൻ കഴിവുണ്ടെന്നാണ് പറയുന്നത്. മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. മറ്റുള്ളവരൊക്കെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരൊക്കെ ഉപദേശിച്ച് അവരൊക്കെ നിർവഹിക്ക് നടത്താനൊക്കെ കഴിവുണ്ട്. അപ്പൊ അത്രയും കഴിവുള്ള വ്യക്തികളാണെന്നാണ് പറയുന്നത്. ദൈവാധീനം നന്നായിട്ട് നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ. പിന്നെ കിങ് ഓഫ് കപ്സ് ഉണ്ട് അല്ലെ. അതും നല്ലൊരു കാർഡാണ്. നിങ്ങൾക്ക് എന്താ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ മറ്റുള്ളവരൊക്കെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. നല്ലൊരു ഉപദേശം, മറ്റുള്ളവരൊക്കെ നന്നായിട്ട് കെയർ ചെയ്ത് അവർക്ക് നല്ല ഉപദേശമൊക്കെ കൊടുത്ത് അവർ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. മറ്റുള്ളവരോടൊക്കെ നല്ല സ്നേഹവും സഹാനുഭൂതിയൊക്കെ ഉള്ള വ്യക്തികളാണെന്നാണ് പറഞ്ഞത്. ചില സന്ദർഭങ്ങളിലൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേദനകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മാതാപിതാക്കളായിട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേദന ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എന്തെങ്കിലും വേദന വരാൻ സാധ്യതയുണ്ട്. പിന്നെ കുറച്ച് പേർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. അത് കുറച്ച് പേർക്ക് ഇത് കുറെ പേര് കാണുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ കുറച്ച് പേർക്ക് എന്താ ഒരുപാട് ഹൃദയവേദന, വേർപിരിയൽ. ഇപ്പൊ നിങ്ങളുടെ അടുത്തുനിന്ന് ആരെങ്കിലും ഒന്ന് വേർപിരിയ, നിങ്ങൾ ഇപ്പൊ റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയി അങ്ങനെ ഒരുപാട് വേദന. ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവുക, അങ്ങനെ ഒരുപാട് കണ്ണീര്, ഹൃദയാഘാത, ഒരുപാട് സങ്കടം, കലഹങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പൊ ചിലപ്പോ വിവാഹ ബന്ധത്തിലായാലും ശരി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത വരാനായിട്ട് കുറച്ച് പേർക്ക് ഒരു സമയമാണെന്നാണ് പറയണത്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് ആരെങ്കിലും നിങ്ങൾ ഉപേക്ഷിച്ച് പോവാ, അങ്ങനെ നിങ്ങളിൽ നിന്ന് ഒരാൾ അകന്നു പോയിട്ട് ഒരുപാട് വേദന, ഒരുപാട് സങ്കടം, അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് സങ്കടം അനുഭവിക്കും. മനസ്സിലായോ? അങ്ങനെ കുറച്ച് പേർക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ 8 ഓഫ് സോർട്സ് ഉണ്ട്. നിങ്ങൾ ഒരുപാട് ഒരു ഏറ്റുമുട്ടല്, ഭയം, ഉത്കണ്ഠ, ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ ചിലപ്പോ തട്ടിത്തടഞ്ഞ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പരിക്കേൽക്കാനായിട്ടൊരു സാധ്യതയുണ്ട്. ഒരു കെണിയിൽ അകപ്പെട്ട പോലെ കുറച്ച് പേർക്കൊക്കെ ഒരു കുടുക്കിൽ അകപ്പെട്ട പോലെയൊക്കെ കുറച്ച് പേർക്ക് അനുഭവിക്കാനായിട്ടൊരു ഇതുണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എല്ലാത്തിനും പരിഹാരമുണ്ട്. അതൊരു മുന്നറിയിപ്പാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് രക്ഷപ്പെട്ടു പോകാം. ശ്രമിച്ചാലേ നടക്കുള്ളൂ. അതിന് ശ്രമിക്കാം. നിങ്ങളുടെ മാനസികാവസ്ഥ അതെല്ലാം നിങ്ങൾ ഇപ്പൊ കൺട്രോൾ ചെയ്ത് പോണം. ഇപ്പൊ നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടുണ്ട്. ഒരു തടവിലാക്കപ്പെട്ട പോലെയൊക്കെ നിങ്ങൾക്ക് വരും കുറച്ചു പേർക്ക്. അപ്പൊ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന്നെല്ലാം രക്ഷപ്പെട്ട് നിങ്ങൾക്ക് പോവാൻ സാധിക്കും കേട്ടോ. അത് കുറച്ചു പേർക്കാണ് അങ്ങനെ വന്നിരിക്കുന്നത്. കുറച്ചു പേർക്കൊക്കെ വളരെ നല്ലതാണ്. കുറച്ചു പേർക്ക് മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ളൂ. പിന്നെ 5 ഓഫ് പെന്റക്കൽസ് ഉണ്ട്. അത് കുറച്ചു പേർക്കാണ് അത് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരാ, സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുക കുറച്ചു പേർക്കൊക്കെ. എന്തെങ്കിലും നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ട് അങ്ങനെ ബുദ്ധിമുട്ട് വരും കുറച്ചു പേർക്ക്. അപ്പൊ എല്ലാം ഒന്ന് ശ്രദ്ധിച്ചു പോണം എന്നാ പറയുന്നത്.
മനസ്സിലായോ? അങ്ങനെ സാമ്പത്തികമായിട്ട് കുറച്ച് പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും നിങ്ങൾ കുറച്ച് പേർക്ക് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഇത് റീഡിങ്. അപ്പൊ എന്റെ റീഡിങ് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ദയവായി എല്ലാവരും. പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എന്നെ ഇത് വാട്സാപ്പ് നമ്പറാണ്, ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ചെറിയൊരു ഫീസ് ഉണ്ട്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത് ഇതെല്ലാം തരണം. അതില്ലെങ്കിലും റീഡിങ് എടുക്കും. എന്നാലും അത് തന്ന നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പൊ എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.